ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പിലിക്കുള സൂവിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മറ്റേ ഔട്ടിങ്ങിൻ്റെ വീഡിയോ അല്ലേ ഗൈസ്, അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ കാരണം കുറേ സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല, വെറും ഫോർമോളയ്ക്ക് മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ സൂവിലേക്ക് പോവാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ സൂ മാത്രമല്ല ഉള്ളൂ കേട്ടോ. ഇവിടെ എന്താ പറയുക, ഗാർഡൻ ഉണ്ട്, അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പക്ഷെ എനിക്ക് അത്ര അറിയില്ല. അപ്പൊ നമ്മള് കാർ പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇതുവരെ അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചെറുതായിട്ട് മഴ വരണ പോലെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ ഗൈസ് ഫുള്ള് കൊളാവും. കാരണം ഇവിടെ നടന്നു കാണാൻ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ ടിക്കറ്റ് കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഭാഗ്യം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. ഇവിടെ 5 മണി വരെ മാത്രമേ ടിക്കറ്റ് തരുള്ളൂ, എന്നിട്ട് അവർ ക്ലോസ് ചെയ്യും. അത് ഭാഗ്യം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് പോണ വ്യൂ ആണ് കേട്ടോ ഗൈസ്. ഇതെന്ത് നല്ല സീനറി ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല ഭംഗിയാണ്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോവാണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ വണ്ടിയിൽ പോണ. അപ്പൊ ഗൈസ്, നമ്മളിവിടെ എത്തി കേട്ടോ. ഇനി ഉള്ളിൽ ഏതൊക്കെ അനിമൽസ് ഒക്കെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടി ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്നിട്ട് വല്ല പാമ്പിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൊടിച്ചു പോകും ഗൈസ്. എൻ്റെ കൂടെ എൻ്റെ കസിനും ഉണ്ട് കേട്ടോ ഗൈസ്. പറഞ്ഞ എൻ്റെ ദൊഡപ്പയുടെ മകനാണ്. അവൻ്റെ പേര് ഹക്ഷാണ്. പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പു എന്നാണ് കേട്ടോ. അവൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെയും കൂടി കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. കയറിയപ്പോ തന്നെ ചില ബേർഡ്സിനെ കാണുന്നത്. ഈ ബേർഡ്സിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. ഇവിടെ നല്ല വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. നല്ല ഭംഗി അതിനെ കാണാൻ. അപ്പോ ഇതാണ് മിസ്റ്റർ അപ്പോ. ഇവിടെ കുറെ ബേർഡ്സിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താപ്പത് അവന് കൊണ്ടുവന്നത് കൊണ്ട് അവന് നല്ല സന്തോഷമായിട്ടോ. അതുകൊണ്ട് ഇവിടെ തുള്ളിച്ചാടി നടക്കുകയാണ്. എല്ലാ മറ്റു സറൗണ്ടിങ്സും ഒക്കെ എല്ലാം കണ്ടുകൊണ്ട് നല്ല ആസ്വദിക്കുകയാണ് അവൻ. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ബേർഡ്സിനൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളുടെ പിന്നിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒന്ന് കണ്ടു പോണം കേട്ടോ. അതാണ് ഇവിടുത്തെ റൂൾസ്. ഗൈസ്, വാൻസ് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ പോവാട്ടോ, നടന്നുകൊണ്ട് പോവാതെ. പക്ഷെ ഗൈസ്, നമുക്ക് നേരെ കാണുന്നത് നടന്നുകൊണ്ട് തന്നെ പോകണം. അതുകൊണ്ട് ഞങ്ങൾ നടന്നുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോയി.
ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ബേർഡ്സിനൊക്കെ നേരെ കാണിക്കാൻ പറ്റുമെങ്കിൽ. ഗൈസ് ഇനി നെക്സ്റ്റ് ഞങ്ങൾ സ്നേക്ക് ഹൗസിലേക്കാണ് പോണ്. അപ്പോൾ അവിടെ കുറേ സ്നേക്സ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഗൈസ് എനിക്ക് സ്നേക്കിനാണെങ്കിൽ നല്ല പേടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോണ മുമ്പ് സ്വച്ഛേച്ച് ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കും. അതാണ് ഞാൻ ഇങ്ങനെ നിന്നോണ്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉള്ളിൽ കയറണ മുമ്പേ മഴ പെയ്തു. പിന്നെ അവിടെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിൽ കറൻറ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്നേക്സിനൊന്നും നേരെ കാണിക്കാൻ പറ്റിയില്ല, പിന്നെ ഞങ്ങൾക്ക് നേരെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഗൈസ് ഞങ്ങൾക്ക് പെട്ടെന്ന് അത്രയും ഞാൻ നിങ്ങൾക്ക് കാണിക്കൂ കേട്ടോ. നോക്കൂ ഗൈസ്, കിടക്കണ കണ്ടില്ലേ? ഇതിനൊക്കെ കാണുമ്പോൾ തന്നെ നല്ല പേടിയാവും, കാരണം അത്രയും വലുതാണ് കേട്ടോ ഈ പാമ്പൊക്കെ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നേരെ മനസ്സിലാവാത്ത കേട്ടോ. സ്നേക്ക് ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങിട്ടോ. ഇനി ഗൈസ് ഞങ്ങൾ പുലിനെ കാണാൻ പോവാണ്. പിന്നെ ഗൈസ് സ്വത്ത് ചേച്ചി വീഡിയോഗ്രാഫർ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ സ്വത്ത് ചേച്ചിയെ കാണാത്ത. പക്ഷെ ഗൈസ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആനിമൽസ് വിട്ടിട്ട് വേറെ എല്ലാ ആനിമൽസിനെയും ഞങ്ങൾ അവിടെ കണ്ടു കേട്ടോ. ഗൈസ് ഇതിന്റെ ഇടയ്ക്ക് മഴയും പെയ്തു കേട്ടോ. പക്ഷെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാ. പപ്പ സെക്യൂരിറ്റിയുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ, എന്താ ടൈഗറിനെ ലയനെയൊക്കെ കാണാത്ത പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് 5 മണിയായി ഇപ്പോൾ. അപ്പോൾ അവരുടെ ഫുഡ് ടൈമാണ്. അപ്പോൾ അതൊക്കെ കൂട്ട് കയറി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റാഞ്ഞ്. ഞങ്ങൾക്ക് അതിനെ കാണണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ വന്നിട്ട് ഞങ്ങൾക്ക് അതിനെ തീരെ കാണാൻ പറ്റിയില്ല. ഗൈസ് നോക്കൂ ഗൈസ്, ഇതാണ് നമ്മുടെ കാട്ടുപോത്ത്. അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈസും നല്ല വലുതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടിയാവണ്ടായിരുന്നു, അത് എങ്ങാനും ഇങ്ങോട്ട് വന്നാലോ. വെറുതെ പറഞ്ഞതാണ് ഗൈസ്, അത് നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. എന്നാലും ഒന്ന് കാണുമ്പോൾ ചെറുതായിട്ട് പേടി. അവിടെ കുറെ കുട്ടി കുട്ടി മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും സ്വത്ത് ചേച്ചി ഞങ്ങളെല്ലാവരും ആ മാനിനൊക്കെ നോക്കിയിട്ട് നല്ല എന്തൊക്കെയോ സംസാരിച്ചിട്ടൊക്കെ നല്ല എൻജോയ് ചെയ്ത് നടക്കണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തതുകൊണ്ട് ഞാനും സ്വത്ത് ചേച്ചി ഇങ്ങനെ കുട പിടിച്ചിട്ടൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടക്കുകയാണ് അവിടെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ട പൂവാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെറുതെ വീഡിയോ എടുത്തതാണ്. നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ നല്ല ബാത്തിങ്ങിലാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, വീഡിയോ എടുക്കണതൊന്നും പുള്ളിക്ക് ഒരു വിഷയമല്ല. നല്ല കൂളായിട്ട് കുളിക്കുകയായിരുന്നു കേട്ടോ, നല്ല എൻജോയ് ആയിട്ട്. നോക്കുമ്പോൾ എന്താ ഗൈസ്, അവിടെ പിന്നിൽ വേറൊരാൾ കുളിക്കണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെയാണ് കേട്ടോ കണ്ട്. ബാത്തിങ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഒരു ഫുഡ് ടൈമും ആണല്ലോ. അപ്പോൾ ഇവിടെ വേറെ 2 പേര് എന്നിട്ട് നല്ല ഫുഡിങ് ആണ് കേട്ടോ.
ഇതേപോലെ കുറെ വലിയ വലിയ ക്രൊക്കഡൈൽസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ കണ്ടില്ലേ ഗൈസ്, അവിടെ അതിന്റെ മുകളിൽ നിന്നിട്ട് ഓരോരോ വികൃതി കാണിക്കണ്. അവൻ ക്രൊക്കഡൈലിനെ ഇപ്പൊ പിടിക്കുന്ന പറയണ പോലെ ഏട്ടോ നിക്കണ്. മഴ പെയ്തതുകൊണ്ട് ആകെ ചളിയായിരുന്നു കേട്ടോ അവിടെ. എന്തോ ഉണ്ട് വെച്ചിട്ട് കാണാൻ പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ പോയി നോക്കിയപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ആരെന്നെങ്കിലും പിടിച്ചിട്ടാലോ നമുക്ക്. ഇതിവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ. ആരും ഇവിടുത്തെ പുഴയെന്ന് വിചാരിക്കണ്ട. അങ്ങനെ നമ്മൾ ഫൈനലി പുറത്തിറങ്ങാണ്. പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റാത്തോണ്ട് നല്ല സങ്കടം ഉണ്ട്. പക്ഷെ ഞങ്ങൾ 2 റീൽസ് ഒക്കെ എടുത്ത് അങ്ങനെ സങ്കടം തീർത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നെക്സ്റ്റ് നമ്മളൊരു നല്ല ബ്യൂട്ടിഫുൾ ചർച്ചിലാണ് പോകാൻ പോകുന്ന സ്ഥലം കുൽശേഖര. നമ്മളെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതാണ് ചർച്ച്. അപ്പോൾ ഇത് ഒരു നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ അവിടെ പോയി നിൽക്കുമ്പോൾ. ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചർച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെയാണ് ഇറങ്ങി. നമ്മൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ഫുഡ് സ്പോട്ടിലേക്ക് പോവാണ്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ ഉള്ളിൽ മൊത്തം ഡെക്കറേറ്റ് ചെയ്തത് ഈ ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. അതുമാത്രമല്ല ഇവിടെ നല്ല ഫുഡും കിട്ടും ഗൈസ്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ ഇങ്ങനെ തന്നെ വൈൻഡപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി നല്ല മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബൈ ബൈ പറയട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.